കോൺഗ്രസ് അടക്കം മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കളെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം ഊർജിതമാക്കി ബി.ജെ.പി. അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസ് നിലപാടിൽ വിയോജിപ്പുള്ള നേതാക്കളെ ബി.ജെ.പിയിൽ എത്തിക്കാനാണ് ശ്രമം. ഇതിനായി ബി.ജെ.പി. ദേശീയതലത്തിൽ പ്രത്യേക സമിതിക്ക് രൂപം നൽകി. അയോധ്യ രാമക്ഷേത്രം രാഷ്ട്രീയ ആയുധമാക്കി നീങ്ങുന്ന ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കളെ അടർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസ് നിലപാടിൽ വിയോജിപ്പുള്ള നേതാക്കളെ ഒപ്പം കൂട്ടാനാണ് ശ്രമം. ഇതിനായി ബി.ജെ.പി. പ്രത്യേക സമിതിക്ക് രൂപം നൽകി. പാർട്ടി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയുടെ നേതൃത്വത്തിലാണ് സമിതി. കേന്ദ്രമന്ത്രിമാരായ ഭൂപേന്ദ്ര യാദവ്, അനുരാഗ് താക്കൂർ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, ബി.ജെ.പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് എന്നിവരാണ് ദേശീയതലത്തിൽ സമിതിയിലെ അംഗങ്ങൾ. സംസ്ഥാന തലത്തിലും ഇതിനായി സമിതികൾ രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. കോൺഗ്രസ്, ജെ.ഡി.യു, ആർ.ജെ.ഡി, ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, ബി.ആർ.എസ് എന്നീ പാർട്ടികളിലെ അസംതൃപ്തരെ കൂടെ കൂട്ടാൻ കഴിയുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. മറ്റു പാർട്ടികളിൽ നിന്നും ബി.ജെ.പിയിലേക്ക് എത്തുന്നവരെ കൂടി കണക്കിലെടുത്തായിരിക്കും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ. ഹരിയാന, ബീഹാർ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ മറ്റ് പാർട്ടികളിൽ നിന്നുള്ളവരുമായി ബി.ജെ.പി. ആശയവിനിമയം ആരംഭിച്ചിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന ഘടകങ്ങൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. മറ്റ് പാർട്ടികളിൽ നിന്നും എത്തുന്നവർക്ക് അർഹമായ പരിഗണന നൽകണമെന്ന് സംസ്ഥാന ഘടകങ്ങൾക്ക് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി.